ഡോക്ടർ, പലരെയും കാണുമ്പോൾ ഫേസ് എല്ലാം നന്നായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, പക്ഷെ കഴുത്തിന്റെ ബാക്കിലേക്കൊക്കെ വരുമ്പോഴേക്കും നല്ല കട്ടിയിലൊരു കറുപ്പ് കളർ കാണാം. അത് ഏജിങ് റിലേറ്റഡ് ആണോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. യൂഷ്വലി ഈ പറഞ്ഞ സംഭവം മെയിൻലി അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലാണ് കൂടുതൽ കാണുക. കഴുത്തിന്റെ ബാക്കിൽ നമുക്ക് ഇങ്ങനെ കട്ടിയായിട്ട് കറുപ്പ് കളർ ഉണ്ടാവും. അതേപോലെ തന്നെ കൈയുടെ അടിയിൽ, അതേപോലെ തൊടയുടെ സൈഡിലൊക്കെ ആയിട്ട് ഇതേപോലെ കറുപ്പ് കളർ ഉണ്ടാവും. സ്കിൻ ഫോൾഡ് ഉള്ള സ്ഥലങ്ങളിൽ സ്കിന്ന് കട്ടിയാവുക, കറുപ്പ് കളർ വരും. യൂഷ്വലി ഇതിനാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത്. വളരെ കോമൺ കണ്ടീഷനാണ്. അത് പല രീതിയിൽ വരാം. പല രീതിയിൽ ഫെമിലിയൽ ആയിട്ടുള്ളതുണ്ട്, ജനറ്റിക് ആയിട്ട് വരാം. ചിലർക്ക് ഒബിസിറ്റി റിലേറ്റഡ് ആയിട്ട്, വെയിറ്റ് ഗെയിൻ്റെ ഭാഗമായിട്ട് വരാം. ചിലർക്ക് എൻഡോക്രൈൻ ഡിസ്ഫങ്ഷൻ ആയിട്ട്, അതേപോലെ ഷുഗർ വരാൻ സാധ്യതയുള്ള ആളുകളിൽ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ സൈനാണ് അത് ബേസിക്കലി. അപ്പോൾ നമുക്ക് വെയിറ്റ് കൂടുമ്പോഴും അതേപോലെ ഷുഗർ വരാൻ സാധ്യതയുള്ള ആൾക്കാരിലൊക്കെ ചിലപ്പോൾ ഒരു ഫസ്റ്റ് സൈനായിട്ട് ഇത് കാണാറുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ, ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മിക്കവാറും ചിലപ്പോൾ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലൊക്കെ ആയിരിക്കും. അതേപോലെ PCOD ഉള്ള സ്ത്രീകളിൽ ഇതേപോലെ വെയിറ്റ് ഗെയിനായിട്ട് അസോസിയേറ്റ്, തൈറോയിഡ്, ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡ് കുറവുള്ള ആളുകളിൽ ഇതേപോലെയൊക്കെ കൂടുതൽ കണ്ടുവരാറുള്ള സംഗതിയാണ്. നമ്മുടെ സ്കിന്നിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സാധാരണ നമ്മളെ പിഗ്മെന്റേഷന് ചെയ്യുന്ന രീതിയിലുള്ള പല ട്രീറ്റ്മെന്റ്സും ഇതിന് എഫക്റ്റീവ് ആണ്. പക്ഷെ എന്താണോ അണ്ടർലൈൻ കണ്ടീഷൻ, അതായത് എന്ത് കാരണം കൊണ്ടാണോ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് വന്നത്, അതും കൂടി ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ വെയിറ്റ് കൂടുതലുള്ള ആളെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ കുറയ്ക്കുക എന്നുള്ളതാണ്. വെയിറ്റ് കുറയ്ക്കുകയും കൂടി ചെയ്യണം. അതിന്റെ കൂടെ ഇതിനു വേണ്ടിയുള്ള പല ക്രീംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പീലിംഗ് അവൈലബിൾ ആണ്, ലേസേഴ്സ് അവൈലബിൾ ആണ്. ഇങ്ങനത്തെ രീതിയിലാണ് ഇത് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരിക. വളരെ റെയർ ആയിട്ട് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ചില അണ്ടർലൈൻ വേറെ മാലിഗ്നൻസി, ക്യാൻസറായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടൊക്കെ ഇത് വരാറുണ്ട്. അത് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. യൂഷ്വലി നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും യൂഷ്വലി നമ്മുടെ വെയിറ്റ് ഗെയിൻ ആയിട്ടോ അല്ലെങ്കിൽ ഡയബറ്റിസോ ആയിട്ടോ PCOD ആയിട്ടോ തൈറോയിഡിസോ ആയിട്ടോ ഒക്കെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. വളരെ റെയർ കേസസിൽ ഇത് ചിലപ്പോൾ ഒരു അണ്ടർലൈൻ മാലിഗ്നൻസിയുടെയും കൂടി കാരണമായിട്ട് കാണാറുണ്ടെന്ന് മാത്രം. അതെന്ന് വെച്ചിട്ട് അത് കാണുമ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡെർമറ്റോളജിസ്റ്റിനെ കാണുക, എന്താണ് കാരണം എന്നുള്ള അസോസിയേറ്റ് ചെയ്യുക, ലൈക്ക് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യുക, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കറക്റ്റായിട്ട് ചെയ്യുക. ട്രീറ്റബിൾ ആയിട്ടുള്ളൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആണ്.